bro. യെസ്, കൂടുതൽ ഈ ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ കൂടുതൽ ഡ്രോണുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും രജൌറിയിൽ ഒരു ഡ്രോണിനെ കണ്ടെത്തി. ഇൻഡോ പാക് ടെൻഷൻ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഡ്രോണിന് നേരെ കനത്ത ആക്രമണം. അവന്തിപ്പോറയിൽ എയർഫോഴ്സ് ബേസിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി എന്ന വിവരം വരുന്നു. അവന്തിപ്പോറയിലാണ് എയർഫോഴ്സ് ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ അവന്തിപ്പോറയിൽ. മനുവാണ് വിവരങ്ങൾ നൽകുന്നത്. മനുവിലേക്ക് വരാം. ഇപ്പോൾ അവന്തിപ്പുരയിൽ എയർഫോഴ്സ് ബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അത് നിലം പതിക്കുന്നതിന് മുൻപ് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം വരികയാണ്. അപ്പോൾ ഇന്നും സൈനിക കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയും കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ രീതിയിലുള്ള ആക്രമണം അതിർത്തി മേഖലയിൽ ആകെ തുടരുന്നു. അപ്പോഴും ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ, വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചതുപോലെ തന്നെ കവചമാക്കി, മനുഷ്യരെ കവചമാക്കി അല്ലെങ്കിൽ സിവിലിയൻ വിമാനം കവചമാക്കിക്കൊണ്ടുള്ള ആക്രമണ തന്ത്രം കൂടി പാകിസ്ഥാൻ മെനയുന്നു. അത് തന്നെ ഇന്ന് നടപ്പാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിലെ കൂടിക്കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി ജയശങ്കർ കൂടി അവിടേക്ക് എത്തുന്നു. കൂടിക്കാഴ്ചകൾ തുടരുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തമായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങോട്ടുള്ള അടിക്ക് കൃത്യവും തുല്യവുമായ തിരിച്ചടി ഉണ്ടാകും എന്നത് പല ഘട്ടത്തിലും ഇന്ത്യ ഓർമ്മിപ്പിച്ചതാണ്. ഇന്നും അത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോലും ചിലയിടങ്ങളിൽ ഡ്രോൺ പതിച്ചുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. കൂടുതൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ ആക്രമണ സാധ്യതകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് ശ്രീജ. ഈ ഒരു എസ്കലേഷൻ മോഡ് കാണുന്നു എന്ന തരത്തിൽ ഹോൾസെയിൽ ഡീലേഴ്സിനും മറ്റും ഈ സാധനങ്ങൾ പൂഴ്ത്തിവെക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമായാലും നമുക്ക് ഫുഡ് സപ്ലൈ ഉൾപ്പെടെ നമുക്ക് സഫീഷ്യന്റ് ആണ്. ഒരു തരത്തിലും ക്ഷാമം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂഴ്ത്തിവെൽപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം കൂടി അധികൃതർ നൽകുന്നു. റെയിൽവേ കൂടുതൽ സർവീസുകൾ, ഈ അതിർത്തി മേഖലയിൽ നിന്നൊക്കെ കൂടുതൽ സർവീസുകൾ, ഈ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും റെയിൽവേ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഉധംപൂർ പോലെയുള്ള മേഖലകളിലൊക്കെ. അതായത് രാജ്യം ഈ സിറ്റുവേഷനെ, ഇപ്പോഴത്തെ അവസ്ഥയെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗൗരവമായ സാഹചര്യം ഉള്ളപ്പോഴും ഇവിടുത്തെ ഓരോ പൗരന്റെയും ജീവിതവും ഉപജീവനവും ഒക്കെ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ വശത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ തുടരുകയാണ്. മനു, ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ അവന്തിപുരയിലെ എയർബേസ് പറയുന്നു, പത്താൻകോട്ട് പറയുന്നു, സാംബ പറയുന്നു. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ കൃത്യമായി ഈ നമ്മുടെ സൈനിക താവളങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. മിഥുൻ, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് അത്തരം വിവരങ്ങൾ വരുന്നത്? വരുന്നതനുസരിച്ച് ശ്രീനഗർ എയർപോർട്ടിന് സമീപം വലിയ രീതിയിലൊരു ബ്ലാസ്റ്റ് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഡ്രോൺ ആക്രമണമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വീടിന് മുകളിൽ, പഞ്ചാബിലെ ഒരു വീടിന് മുകളിൽ ഡ്രോൺ വന്ന് പതിക്കുകയും അവിടുത്തെ വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും സമാന സാഹചര്യം ഉണ്ടാകുന്നു. ഷെല്ല് ആക്രമണത്തിലും
നിരവധി പേർക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസത്തിൽ ഈ അറ്റാക്കുകളൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും തന്നെ അത് പൂർണ്ണമായും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതായത് നമ്മുടെ S-400 ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കൃത്യമായി ഈ ഡ്രോണുകളെയൊക്കെ വെടിവെച്ച് വീഴ്ത്താനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് നില കുറച്ചുകൂടി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആക്രമണം കടുക്കുന്നു. പാകിസ്ഥാൻ കൂടുതൽ ആക്രമണം ജനവാസ മേഖലയിലേക്ക് കടത്തിയത് അത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കുപ്വാര അടക്കമുള്ള മേഖലകളിൽ 5 ഡ്രോണുകൾ ഇപ്പോൾ വെടിവെച്ച് വീഴ്ത്തിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. ജയ്സൽമേറിലും പാക് ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 11 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണം ഉണ്ടായത് എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. PM മോഡി മീറ്റ്സ് S ജയശങ്കർ, NSA അജിത് ഡോവൽ ആസ് പാക് റെസ്യൂം സ്ട്രൈക്സ് ഫോർ ദ 3rd ഡേ എന്ന വിവരങ്ങളും വരുന്നു. 3-ാം ദിവസവും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിനിടെ ഇന്ന് മാരത്തോൺ മീറ്റിംഗുകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആർമി വെറ്ററൻസുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ 2-ാം ഘട്ടത്തിൽ സംയുക്ത സൈനിക മേധാവി ഒപ്പം 3 സേനകളുടെയും തലവന്മാർ, അവരുടെ കൂടെ പ്രതിരോധ മന്ത്രി അജിത് ഡോവൽ, അങ്ങനെയായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച. അതിനുശേഷം അജിത് ഡോവലുമായി മാത്രം ഒരു കൂടിക്കാഴ്ച, അത് കഴിഞ്ഞ് പ്രതിരോധ മന്ത്രി, മറ്റ് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ തലവന്മാർ, അങ്ങനെ തുടരെ മീറ്റിംഗുകൾ, കൃത്യമായ നിരീക്ഷണം നടക്കുന്നുണ്ട്. എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ, എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ പോലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഒരു ജീവൻ പോലും നഷ്ടമാകാത്ത തരത്തിൽ എങ്ങനെയാണ് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക